ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ അനുദിനം വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വലിയ വിവാദമായിരിക്കുന്നു. ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ തന്നെ അത് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു. ഇന്ത്യക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. 1.5 ദശലക്ഷം ആളുകളെ ബാധിച്ച ഒരു വെള്ളപ്പൊക്കം, പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കം. അതായത് ബംഗ്ലാദേശിലെ ഫെനി, കുമില, നൊഖാലി തുടങ്ങിയ ജില്ലകളിലാണ് ഈ വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്ന. റോഡുകളും വീടുകളും മുങ്ങിയിരിക്കുന്നു. ചെറിയ തുരുത്ത് പോലെ ആയിരിക്കുന്നു നഗരങ്ങളെല്ലാം. ഇത് ത്രിപുര സംസ്ഥാനത്തെ ഡാംബർ ജലസംഭരണിയിലെ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു വിട്ടതാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ വിദ്യാർത്ഥികളടക്കം പ്രക്ഷോഭം നയിക്കുന്നത്, സമരം നയിക്കുന്നത്. ഇതിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലൂടെ കടന്നു പോകുന്ന ഗുംധി നദിയുടെ ഇരു കരകളിലും താമസിക്കുന്ന ജനങ്ങൾ എക്കാലവും വെള്ളപ്പൊക്ക ഭീഷണിയിൽ തന്നെയാണ്. ഇന്ത്യ പറയുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഡാംബർ എന്ന് പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇത് 40 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറുകിട ഡാമാണ്. ത്രിപുരയിലും ബംഗ്ലാദേശിലും ഈ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ത്രിപുരയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഡാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി. അത് തന്നെ ബംഗ്ലാദേശിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത സമയം വരെ കൊടുത്തിരുന്നു. പക്ഷേ ശക്തമായ മഴ, തുടർച്ചയായി 4 ദിവസം അടുപ്പിച്ച് പെയ്ത മഴ താഴ്വരയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാക്കി. ഈ നദി കരകവിഞ്ഞൊഴുകാൻ ഇടയാക്കി. അതാണ് ഇപ്പോഴുള്ള വെള്ളപ്പൊക്കം. അത് ബംഗ്ലാദേശിൽ മാത്രമല്ല, ഈ നദി കടന്നു പോകുന്ന ഇന്ത്യയുടെ നദീതടങ്ങളിലും ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത്. ഏതായാലും ഇന്ത്യക്കെതിരെ പ്രതിഷേധിക്കാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ വെള്ളപ്പൊക്കവും ഒരു കാരണമായി മാറിയേക്കാം. ന്യൂസ് ഡെസ്ക്.